ആയിട്ടുള്ള തേൻമിഠായി. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചരി എടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. നമ്മള് ഇപ്പൊ അരിയും ഉഴുന്നും ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞങ്ങൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടാവാൻ തുടങ്ങി. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ പൊരിച്ചെടുക്കാണ്. അപ്പൊ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പിയാണ്. ഇനി നമുക്കിത് പഞ്ചസാര പാനിയിലിടാം. ഇപ്പൊ സാധാരണ നമ്മള് തേൻമിഠായി, തേനെല്ലിക്ക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിലൊന്നും തേനല്ല യൂസ് ചെയ്യുന്നത്, പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഈ ബോൾസ് ഇട്ട് വെക്കാനായിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഉറുമ്പുകളൊക്കെ എത്തിട്ടോ, ഇതിന്റെ മണം പിടിച്ച്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരപ്പാനി ദേ ഇവിടെ വെട്ടി തിളച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു സ്റ്റിക്കി രൂപത്തിലാവണം, അതാണ് അതിന്റെ ഒരു പാകം. നമുക്ക് സ്റ്റിക്കി ആയിട്ടുണ്ടോന്ന് നോക്കാം. ഒട്ടുന്നുണ്ട്. അപ്പൊ കറക്റ്റ് പാകാണ്.
നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് കുതിർത്തി എടുക്കണം. ഈ ബോൾസ് ഒക്കെ ഈ പഞ്ചസാരപ്പാനി മുഴുവൻ കുടിച്ച് തീർക്കണം. നമ്മുടെ തേമിഠായി ഇവിടെ പഞ്ചസാരപ്പാനികളൊക്കെ ഇട്ടിങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഹായ് പറഞ്ഞ ഫ്രണ്ട്സിനോട്. ഹായ് ഫ്രണ്ട്സ് പറഞ്ഞ. അപ്പൊ ഇവൻ നമ്മുടെ ഇൻട്രോ ഒക്കെ പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? ഇവൻ പറയുന്നത് സൂപ്പർ അടിപൊളി എന്നാണ്. ആർക്കും മനസ്സിലായിക്കോണമെന്നില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ്